2021 കാനഡയ്ക്ക് വരുന്നത് സ്റ്റുഡൻ്റായിട്ട്. അതും എത്യോപ്യ വഴിയാണ് വന്നത്. കാരണം അന്ന് ഫ്ലൈറ്റ്സ് ഒക്കെ ബാൻഡായിരുന്നു. അതുകൊണ്ട് കോവിഡ് സമയമായിരുന്നല്ലോ. കാനഡയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം കാനഡയെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തൊരു സമയത്താണ് കാനഡയ്ക്ക് വരുന്നത്. അങ്ങനെ വന്നിട്ട് ആദ്യം ഞാൻ ജോലി ചെയ്തത് ഒരു കോസ്മെറ്റിക് ഷോപ്പിലായിരുന്നു. മേസൺവിൽ മോളിലുള്ള ലണ്ടനിലുള്ള ഓറോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഈസ്റ്ററ്റീഷ്യനായിട്ടൊന്നല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള വിവരം ബുദ്ധിയില്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. പക്ഷേ ഞാനിങ്ങനെ അവരുടെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫ്രീ സാമ്പിൾസ് കൊടുത്തിട്ട് നൈസായിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ ടാസ്ക്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാൻഷോ കോളേജിൽ ഓൺ ക്യാമ്പസ് ജോബ് ഉണ്ടെന്ന് അറിയുന്നതും അങ്ങനെ അവിടുത്തെ ഫുഡ് കോർട്ട് ഒയാസിസിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കാനഡയിൽ എനിക്ക് കാണുന്ന ഫ്രണ്ട്ഷിപ്സിൻ്റെ ഒരു ബേസ് വരുന്നത് അവിടെ നിന്നാണ്, ഒയാസിസിൽ നിന്നാണ്, ഫാൻഷോ കോളേജിൽ നിന്നാണ്. പഠിച്ച് ഉള്ള ആ സൗഹൃദമല്ല, ഒന്നിച്ച് പണിയെടുത്തിട്ടുള്ള സൗഹൃദമാണുള്ളത്. പണിയെടുത്തോ ഇല്ല എന്നുള്ളത് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരെ ചിലപ്പോൾ ഇപ്പോൾ വന്ന കമൻറ്റിൽ ഇടുമായിരിക്കും. എന്നിരുന്നാലും പക്ഷെ അതൊരു വണ്ടർഫുൾ വർക്ക് പ്ലേസ് ആയിരുന്നു. ശരിക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി വർക്ക് ചെയ്യാമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും അത് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊരു 2-3 ആഴ്ചത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് കൂടുതലൊന്നും കാലാവധി ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് ജാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാർ ആൻഡ് ഗ്രിൽ / പബ്ബിലാണ്. അവിടെ ബൗൺസറായിരുന്നു ഞാൻ. ബൗൺസർ/സെക്യൂരിറ്റി എന്നൊക്കെ പറയാം. സോ എൻ്റെ അന്നത്തെ പണി എന്തായിരുന്നെന്ന് വെച്ചാൽ അകത്ത് ആരെങ്കിലും വെയിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും വെയിപ്പ് ചെയ്യരുത്, മാറ്, ഇങ്ങനെയൊക്കെ വന്ന് വിളിക്കുക, അങ്ങനത്തെ ആളായിരുന്നു. അപ്പം എന്നെ കാണുമ്പോഴൊക്കെ അവിടുത്തെ പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞാൻ എന്താ പറയുക, അങ്ങനെ ഭയങ്കര പണിയെടുത്ത് അവിടെ കഷ്ടപ്പെട്ടിരുന്നില്ല. ഓൺലി തിങ് വാസ് ലേറ്റ് നൈറ്റ് ഷിഫ്റ്റുകളായിരുന്നു. പക്ഷെ നൈസായിരുന്നു. ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത അവരുടെ കൂടെ ഞാനും അടിപൊളിയായിട്ട് ഇരിക്കാറുണ്ട്.